സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു നാട് മൊത്തം പ്രാർത്ഥിക്കുന്നതാണ് ഒരമ്മക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഭാഗ്യവതിയായിട്ടുള്ള അമ്മയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഒരമ്മക്ക് പറയാനുള്ളത് എന്താന്ന് കൂടി ഒന്ന് കേട്ടിട്ട് വരാം. എന്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്ക് അറിയില്ല. അത്രമേലെ ആവശ്യമായി എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അറിയില്ല. ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസറമ്മര് വലിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. അതിന്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ കൊച്ചിനെ അടിക്കുന്നു, എറിയുന്നു, മൂക്കിലിടിക്കുന്നു. ഇതേ രംഗങ്ങളാണ് കണ്ടത്. അത് കണ്ടിട്ട് ഞങ്ങൾ ആരും ഇതുവരെ മാനസികമായിട്ട് ഞങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങാനുള്ള മാനസികം ഇതുവരെ മനസ്സ് വന്നിട്ടില്ല. ഓക്കെ, ആ ഒരു സ്ത്രീ സംസാരിച്ചതെല്ലാം നിങ്ങൾ കേട്ട് കാണും. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ വാരിയല് തകർത്ത് കൊന്ന അഷ്കറിന്റെ അമ്മയാണ് ഇപ്പൊ സംസാരിച്ചത്. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, അവനെ നാട്ടുകാരെല്ലാവരും കൂടി തല്ലി കൊന്നു. എന്താ അല്ലേ കേരളത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിന്റെ ദേഹത്ത് ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് പോലും വേദന ഏൽപ്പിച്ചുകൊണ്ട് കൊന്ന, അല്ലെങ്കിൽ വാരിയലിൽ തകർത്തുകൊണ്ട് കൊന്ന ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാർ സത്യം പറഞ്ഞൊന്നും ചെയ്തില്ല. പോലീസുകാർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ അപ്പൊ വെച്ച് ആ സ്പോട്ടിൽ തന്നെ തല്ലിക്കൊല്ലാനോട് ആൾക്കാർ റെഡി ആയിരുന്നു. ഇവനൊക്കെ തൂക്കുമരം കൊടുത്ത് കൊന്നുകളയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ വേഷം കെട്ടുകൾക്കൊന്നും കൂടെ നിൽക്കരുത് കേരളത്തിലെ ജനങ്ങളും നിയമവും പോലീസുകാരും ഒന്നും. ഇപ്പൊ ഇവരെ തന്നെ ഇന്റർവ്യൂ ചെയ്യാനും ഇവരുടെയൊക്കെ വാർത്ത പുറത്തുവിടാനും ഇവർക്കൊക്കെ പറയാനുള്ളത് പുറത്തുവിടാനൊക്കെ ആരാണ് ഈ പോകുന്നതെന്നാ മനസ്സിലാവാത്തത്. എത്ര മോശപ്പെട്ടൊരു കാര്യമാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കേൾക്കാത്ത രീതിയിൽ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഉണ്ടായത്. ഒരു 1.5 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിന്റെ വാരിയലിൽ തകർത്ത് കൊല്ലാനൊക്കെ എങ്ങനെ പറ്റുന്നു എന്നാണ് മനസ്സിലാവാത്തത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ന്യായീകരിക്കുന്ന വീഡിയോസ് ഒക്കെ പുറത്തിറക്കാനായിട്ട് ഓൺലൈൻ മീഡിയ ചാനലുകൾ ചെന്ന് അവരുടെ വീഡിയോസും ബൈറ്റ്സ് ഒക്കെ എടുത്ത് കാശ് കൊടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. നാണം കെട്ട പരിപാടി. ഇവനൊക്കെ സ്പോട്ടിൽ കൊന്നുകളയാണ് വേണ്ടത്. എന്തൊക്കെയാണ് പൊന്നുമോനെ പറ്റി പറയുന്നത്? എന്റെ പൊന്നുമോൻ വെള്ളം പോലും കുടിച്ചാന്നറിയില്ല, അവനെ അടിക്കുന്നു, അവന്റെ കഴുത്തടിച്ച് തിരിക്കുന്നു, കഴുത്താൽ അവന്റെ നാക്ക് വിഴുതെടുത്തിട്ട് അവന്റെ മറ്റേ സാധനത്തിലാണ് കത്തി കയറ്റേണ്ടത്. എന്തുട്ടും മൈരനാണെന്നറിയോ അവൻ. 1.5 വയസ്സുള്ള കൊച്ചിന്റെ സ്വകാര്യ ഭാഗത്ത് പോലും പൊള്ളലേൽപ്പിക്കുന്ന, സിഗരറ്റ് വെച്ച് പൊള്ളലേൽപ്പിച്ചിരിക്കുന്നു. എന്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേൾക്കണം നിങ്ങൾ. 91 പാടുകളാണ് ദേഹത്ത് മൊത്തം. വാരിയെല്ലാം ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് അവനെ പറ്റി ഇന്ന് പറയുന്നിട്ടില്ല. എന്റെ മോൻ വെള്ളം പോലും കുടിച്ചാന്നറിയില്ല, നാട്ടുകാരെല്ലാവരും കൂടി തല്ലുന്നു, പിടിക്കുന്നു, മാന്തുന്നു. അവന്റെ എന്താ ഇതിനെ പറ്റിയൊക്കെ പറയേണ്ടത്? ഇവരുടെയൊക്കെ വീഡിയോസ് എടുത്ത് പുറത്തു വിടാൻ, ഇവരുടെയൊക്കെ ഈ അഭിനയം കാണാനൊക്കെ ആരാണ് ചെന്ന് നിന്നു കൊടുക്കുന്നതെന്ന് മനസ്സിലാവാത്തത്. ഇവന്റെ മുൻ ഭാര്യയുടെ കേസ് നിങ്ങൾക്കറിയോ? ഇവൻ മുന്നൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊച്ചിന്റെ അമ്മയ്ക്കൊപ്പം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അഞ്ജലി എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവനൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പെണ്ണിനെ ഇവൻ ഉപദ്രവിച്ച് കോമയിലാക്കി. ഭയങ്കര പാവപ്പെട്ട മോനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കേരളത്തിലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന്. ആ പ്രാർത്ഥനയുടെ കമന്റ്സ് ആണ് ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത്. ഇവൻ എത്രയും പെട്ടെന്ന് ചത്ത് തൊലഞ്ഞു പോകാനാണ് ഈ ഇപ്പൊ കണ്ട കേരളത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്തുട്ടും മനുഷ്യരാണെന്നാവും. എന്നിട്ട് ഇത്രയും ചങ്കൂറ്റത്തോടു കൂടി വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഓരോ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. എന്റെ മോനെ പറ്റി എന്തോ പുണ്യാളനാണല്ലോ, വലിയ എന്തോ കാര്യം ചെയ്തുകൊണ്ടാണ് അവൻ വന്നാക്കണത്. ഇവനെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുന്ന നമ്മുടെയൊക്കെ നിയമമാണ് പ്രശ്നം. ഇനിയും ഇത്തരത്തിലുള്ള കേസുകൾ കേരളത്തിൽ ഉണ്ടാവും. കാരണം കേരളത്തിലെ നിയമം ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാണ്. കാരണം ഇത്രയും ക്രൂരത ഒരു കൊച്ചു കുഞ്ഞിനോട് കാണിച്ചവൻ ഇനി ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞവൻ എന്തൊക്കെ ചെയ്യൂ നാട്ടിൽ? അതൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് അധികം ഒന്നും സംസാരിക്കാനായിട്ട് എനിക്കും താല്പര്യമില്ല. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്